നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഹാർട്ടിനെ പറ്റിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറയുന്ന ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. അത് ഒരു സോക്കേടിനുള്ളതല്ല, എല്ലാ സോക്കേടിനും അതുപോലെ തന്നെ വരും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പല രീതിയിലാണ്, എഫക്റ്റ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഹാർട്ടിലെ സോക്കേടിനെ പറ്റിയാണ്. ഹാർട്ടിന് അതിൻ്റെ അധികം ഒരുപാട് സോക്കേട് വരാറുണ്ട്. എങ്കിലും ഇപ്പോൾ ആൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഹാർട്ടിൻ്റെ ബ്ലോക്കാണ്. അപ്പോൾ അതാണ് എല്ലാവരെയും ശല്യം ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് കൂടാതെ തന്നെ ഹാർട്ടിൻ്റെ വാൽവിന് പ്രോബ്ലം വരാം, മസിലിന് പ്രോബ്ലം വരാം, അങ്ങനെ പല കാരണങ്ങൾ വരാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് ബ്ലോക്കും അതിൻ്റെ പ്രതിവിധികളുമാണ്. ഈ ഹാർട്ട് ബ്ലോക്ക് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ഹാർട്ട് ബ്ലോക്കിന് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം എന്ന് പറയും. ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈ ആണ് കടത്തിവിടുന്നത്. അപ്പോൾ ഈ ഡൈ ഈ ഡൈക്ക് അറിയത്തില്ല എവിടെയൊക്കെ പോകണമെന്നുള്ളത്. ചിലപ്പം ഹാർട്ടിൽ പോകാം, പിന്നെ അതുപോലെ കിഡ്നിയിൽ പോകാം, അതുപോലെ ബ്രെയിനിൽ പോകാം. എവിടെ വേണമെങ്കിലും പോയിട്ടിത് തടസ്സം ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൈ കടത്തി വിടുന്നത് കൊണ്ട് ഇത് ഇപ്പോൾ ഉദാഹരണം നമുക്ക് ആക്ച്വലായിട്ടൊരു 50% ബ്ലോക്ക് ഉണ്ടെന്നിരുന്നുണ്ടോ, ഈ ഡൈയും കൂടെ പോയി അത് എങ്ങനെയായാലും ഒരു 70% മാറും. അപ്പോൾ നമ്മൾ അതും കൂടെ കണക്ക് കൂട്ടണം. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഈ ആൻജിയോഗ്രാം എടുക്കുന്നതിന് മുമ്പായിട്ട് പേഷ്യൻറ്റിൻ്റെ സമ്മതപത്രം മുഴുക്ക വാങ്ങിക്കും. അതായത് ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, എമർജൻസി സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഓക്സിജൻ കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ എല്ലാം വാങ്ങിക്കും. ഒരു മേജർ സർജറിക്കുള്ളതെല്ലാം ഈ ഹാർട്ട് ആൻജിയോഗ്രാമിന് വാങ്ങിച്ചിരിക്കും. അത് ഡോക്ടേഴ്സിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും സേഫിന് വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു ഡേഞ്ചർ ഒഴിവാക്കിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി അവിടെ വരെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഹാർട്ട് സ്കാൻ. ഈ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാംലെസ് ആണ്. അതുകൊണ്ട് യാതൊരു കുത്തിവയ്ക്കുന്നില്ല, ഡൈ കടത്തിവിടില്ല, പിന്നെ പേഷ്യൻസിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ഹാർട്ടിൻ്റെ ഒരു 10-25 ഫങ്ഷൻ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടോ, ബ്ലോക്ക് എന്തുമാത്രമുണ്ട്, അതുപോലെ പമ്പിങ്, അതുപോലെ തന്നെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ, അതിൻ്റെ കൂടെ തന്നെ വാൽവിൻ്റെ ഇതെല്ലാം. പക്ഷേ ഇതിനവർ ചാർജ് ചെയ്യുന്നത് വെറും 8,000 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഒരു അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ ഈ ഒരു സംവിധാനം ഇല്ല. പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരത് മറ്റ് വലിയ വലിയ ഹോസ്പിറ്റലിൽ ഇടപെട്ട് ഹാർട്ട് സ്കാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോയിൽ ഇരുദയ ഹോസ്പിറ്റൽ എന്നുള്ള സ്ഥലമുണ്ട്, അവിടെയാണ്. പിന്നെ അതുകൂടാതെ തമിഴ്നാട്ടിലെ എല്ലാ ഡിസ്ട്രിക്ട് ആശുപത്രിയിലും ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും, കർണാടക സ്റ്റേറ്റിലും, കേരളത്തിൽ മാത്രം ഇത് അവൈലബിൾ അല്ല. അപ്പം ഇതേപ്പറ്റി ഇനി കൂടുതൽ അറിയുന്നതിന് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.